അമ്പലപ്പറമ്പിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വളാഞ്ചേരി ഏരിയ സെക്രട്ടറി KP ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആദവനാട് പഞ്ചായത്ത് 9-ാം വാർഡ് അമ്പലപ്പറമ്പിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടു ആദവനാട് ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഡിസംബർ 29-ന് വലിയ രീതിയിൽ തീപിടിച്ചതിനെ തുടർന്നാണ് പരിസരവാസികൾ പോലും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. തിരൂരിലെയും പൊന്നാനി, താനൂർ ഫയർഫോഴ്സുകൾ 8 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ മാലിന്യം ശേഖരിക്കുന്നിടത്തേക്ക് ഇവിടുത്തെ മാലിന്യം ഈ പഞ്ചായത്തിന് മാലിന്യം ശേഖരിക്കാന്നുണ്ട്. അവർ വരുമ്പോൾ ചോദിക്കണ്ടേ നിങ്ങൾ എവിടെയാ മാലിന്യം ശേഖരിക്കാനുള്ള ലൈസൻസ് എടുത്തത്? നിങ്ങൾക്ക് എങ്ങനെയാ മാലിന്യം ശേഖരിക്കാൻ കഴിയാ? നിങ്ങൾ അതിന്റെ ഗോഡൌൺ എവിടെയാണ്? ആ ഗോഡൌണിനാരാ ലൈസൻസ് തന്നത്? ഈ ഗ്രാമപഞ്ചായത്ത് ആ ഗോഡൌണിൽ ലൈസൻസ് തന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾ അവിടെ പ്രവർത്തിക്കാന്ന് മനസ്സിലാക്കാൻ ചോദിക്കണ്ടേ? ഗ്രാമപഞ്ചായത്ത് അറിയാത്തതല്ല, അറിഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോയിക്കോട്ടെ. പ്രതിപക്ഷത്തിലുള്ള മെമ്പർമാരും അല്ലാതൊന്നും അറിയാതെ പോടത്തോളം ഇങ്ങനെ പോയിക്കോട്ടെ, അതുവരെ പോകട്ടെ എന്നാണ്. അടിയന്തരമായിട്ട് നിർത്താഴ്ചയെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവർക്കൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്താതെ ഗ്രാമപഞ്ചായത്ത് ഉരുണ്ട് കളിക്കുകയാണ്. പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ എന്നാ ഞങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവും. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടേണ്ടത് കിട്ടിയ പിന്നെ ഞങ്ങൾ ഉണ്ടാതിരിക്കാം. തൽക്കാലം അവിടെ അങ്ങനെ നടന്നോട്ടെ. അതിനെങ്ങനെ ഒരു മൗനാനുമതി കൊടുക്കുക. അങ്ങനെ മൗനാനുമതി കൊടുത്തിട്ട് അതിങ്ങനെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും അപേക്ഷയുമായി എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് അവരെ നമ്പറെങ്ങാനും ഇവിടെ കുടുങ്ങിയാൽ അതിന്റെ മേലിലാണ് ഇപ്പോ പലരുടെയും കണ്ണ്. അതിനെ ഒത്തുതീർക്കാൻ ലക്ഷങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് പണം പറ്റിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ആദവനാട് മണ്ണിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും പിറകു നിൽക്കുന്ന പഞ്ചായത്തായി മാറി. മാത്രവുമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് താമസിയാതെ ഹൈക്കോടതിയുടെ ഒരു ഫൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഫൈൻ വരും. ആ ഫൈൻ വരുന്നതിലേക്ക് പോവാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാത്ത സംസ്ഥാനത്തെ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അത് തീ കണക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്തതിന്റെ ഭാഗമായി ആ വെള്ളവും മാലിന്യവും സമീപവാസികളുടെ പറമ്പിലേക്കും കിണറുകളിലേക്കും വ്യാപിക്കുകയും ദുസ്സഹമായ വാസന ആ പ്രദേശത്താകെ പരക്കുകയും ചെയ്തു. ആ സമയത്താണ് അങ്ങനെ ഒരു ഫാക്ടറി അവിടെ ആരംഭിച്ച വിവരവും അവിടെ നടക്കുന്നുണ്ട് എന്ന വിവരവും ആ തൊട്ടടുത്ത വീട്ടുകാർ വരെ അറിയുന്നത്. K-Swift വഴി താൽക്കാലിക രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന സ്ഥാപനം നിയമങ്ങളെല്ലാം മറികടന്നാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള ഭക്ഷണ മാലിന്യമടക്കമുള്ളവ ഈ സ്ഥാപനത്തിന്റെ 10-ലധികം വരുന്ന ഗോഡൌണിൽ സൂക്ഷിച്ചു വരികയാണ്. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരുമായി ആദവനാട് പഞ്ചായത്ത് ഭരണസമിതി അന്യായമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു.
തീ കത്തിയ സമയത്ത് സംഭവം അറിഞ്ഞെത്തിയ വാർഡ് മെമ്പർ അടക്കമുള്ളവരെ ഗോഡൌൺ ഉടമസ്ഥർ തടയുകയും ചെയ്തിരുന്നു. സമരം CPIM ഏരിയ സെക്രട്ടറി KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നജുമ വാണിയംകാട്ടിൽ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി C അബ്ദുൽ കരീം, C വിജയകുമാർ എന്നിവർ സംസാരിച്ചു. KP പവിത്രൻ സ്വാഗതവും M ഉമ്മർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.